നമസ്കാരം. സ്ഥാനാർത്ഥിയായി സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ RSS പ്രവർത്തകൻ ആനന്ദ് തമ്പി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി BJP നേതൃത്വം. ആനന്ദ് തമ്പി BJP പ്രവർത്തകൻ അല്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് പറഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടായിട്ടില്ലെന്നും ഒരു കാലത്തും പ്രവർത്തകനായിരുന്നിട്ടില്ലെന്നും അഡ്വക്കേറ്റ് S സുരേഷ് വിശദീകരിച്ചു. ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ആനന്ദിന്റെ മരണം ദുഃഖകരമാണ്. ദൗർഭാഗ്യകരമായ വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിന് ദുരുപയോഗം ചെയ്യുകയാണ്. ആനന്ദ് BJP പ്രവർത്തകനല്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും പ്രവർത്തകനായിരുന്നിട്ടില്ല. ഉദ്ധവ് താക്കറെ ശിവസേനയിലാണ് ആനന്ദ്. അതിന്റെ അംഗത്വം എടുത്തിരുന്നു. അങ്ങനെ ഒരു യുവാവിന്റെ മരണം BJPക്കെതിരായ കുപ്രചരണത്തിന് ഉപയോഗിക്കുകയാണ്. തിരുവനന്തപുരത്ത് BJPക്ക് മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ പട്ടികയാണ് പുറത്തിറക്കിയതെന്നും S സുരേഷ് പറഞ്ഞു. അതേസമയം ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയിൽ അധിക്ഷേപ പരാമർശവുമായി BJP നേതാവ് B ഗോപാലകൃഷ്ണനും രംഗത്ത് വന്നു. വ്യക്തിപരമായ മാനസിക വിഭ്രാന്തിയാണ് ആനന്ദിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് B ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. BJPയിലെ ആത്മഹത്യാ വിവാദങ്ങൾ സംഘടനാപരമായി അന്വേഷിക്കും. വിവാദങ്ങൾ സംഘടനാപരമായി നേരിടുമെന്നും B ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ 22 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു B ഗോപാലകൃഷ്ണൻ. സീറ്റ് കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ താൻ 12 തവണ ആത്മഹത്യ ചെയ്യേണ്ടതാണെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആത്മഹത്യയുടെ വാർത്ത വന്നതോടെ BJPക്ക് നേതൃത്വമില്ലെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പാർട്ടി ആദ്യം നന്നാക്കാൻ നോക്കണമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്ത K മുരളീധരനാണ് BJPയെ കുറ്റപ്പെടുത്തുന്നതെന്നും ഗോപാലകൃഷ്ണൻ തിരിച്ചടിച്ചു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ മൂലം ആനന്ദ് K തമ്പി ആത്മഹത്യ ചെയ്തതിന്റെയും ശാലിനി എന്ന BJP പ്രവർത്തക ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രതികരണങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചുവെന്ന് പരാതിപ്പെട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം സ്വദേശിയും RSS BJP പ്രവർത്തകനുമായ ആനന്ദ് ശനിയാഴ്ച ജീവനൊടുക്കിയത്. പ്രാദേശിക BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളുള്ള ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിരുന്നു. അതേസമയം RSS പ്രവർത്തകന്റെ ആത്മഹത്യയിൽ സങ്കടമുണ്ടെന്നും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP പ്രാദേശിക നേതൃത്വത്തിന് മണൽ മാഫിയയുമായി ബന്ധമുണ്ടെന്ന ഗുരുതര പരാമർശം ഉൾപ്പെടെയാണ് ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റ് ആലപ്പുറം കുട്ടൻ, RSSന്റെ നഗർ കാര്യവാഹക് രാജേഷ്, നിയോജക മണ്ഡലം കമ്മിറ്റി കൃഷ്ണകുമാർ എന്നിവർക്ക് മണൽ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് സന്ദേശത്തിൽ ആരോപിച്ചിരുന്നു. ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകാനാണ് മണ്ണു മാഫിയക്കാരനായ വിനോദ് കുമാറിനെ തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. തൃക്കണ്ണാപുരത്ത് ആനന്ദ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായി ഇരിക്കുകയായിരുന്നു. പോസ്റ്ററുകൾ വരെ അടിച്ചതിനു ശേഷമായിരുന്നു ആത്മഹത്യ. അതേസമയം ആനന്ദ് തമ്പിയുടെ വീട്ടിൽ മന്ത്രി ശിവൻകുട്ടി എത്തി. ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് B തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടി വീട്ടിലെത്തുകയായിരുന്നു. രാവിലെ വീട്ടിലെത്തിയ മന്ത്രി ആനന്ദിന്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കണ്ട് സംസാരിച്ചു. എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത്.